നമ്മുടെ സംസ്ഥാനത്തുള്ള 62 ലക്ഷത്തോളം വരുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ വാർത്ത അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാ ആളുകളും ദയവായി വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനെന്ന് പരിഗണിക്കാം. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സംസ്ഥാനത്ത് 2 രീതിയിലാണ് പെൻഷൻ തുക സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാറുള്ളത്. ഒന്ന്, ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡയറക്റ്റ് തുക നിക്ഷേപിക്കുന്ന ഒരു രീതിയും, അതുപോലെ തന്നെ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ പെൻഷൻ ഗുണഭോക്താക്കളുടെ വീട്ടിലെത്തിയിട്ട് പെൻഷൻ തുക വിതരണം ചെയ്യുന്ന മറ്റൊരു രീതിയുമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് എന്നുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും അറിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ കൈകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പറയുന്ന ആശങ്ക എന്ന് പറയുന്നത്, കൈകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ കൃത്യമായി 1600 രൂപ തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. 1600 രൂപ തന്നെ അവർക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും കൈകളിലേക്കല്ലാതെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പല തവണയായിട്ട് തുക വിതരണം ചെയ്യുന്ന സമയത്ത് കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെയൊക്കെ വീഡിയോൻ്റെതായ ഒരുപാട് പെൻഷൻ ഗുണഭോക്താക്കൾ കമന്റായി രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു ഇടപാട്, അതായത് പരമാവധി ആ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നമുക്ക് ഇടപാട് നടത്താനുള്ള പരമാവധി ഒരു എമൗണ്ട് ഉണ്ട്. അതിന് മുകളിൽ നിങ്ങൾ ഒരു വർഷം ഇടപാട് നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ടായി മാറുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾ എപ്പോഴാണോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനെ മാറ്റുവാൻ ബാങ്കിൽ പോയിട്ട് ആവശ്യപ്പെടുന്നത്, അത് ആവശ്യപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആയതെങ്കിൽ മാത്രമാണ് പെൻഷൻ തുക വിതരണം ചെയ്യുന്ന നിങ്ങൾക്ക് ആ ഒരു തുകയിൽ കുറവ് സംഭവിക്കാതിരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ പിന്നീട് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന പല പെൻഷൻ ഗുണഭോക്താക്കളും കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ള പെൻഷൻ ഗുണഭോക്താക്കളാണ്. എന്നാൽ കഴിഞ്ഞ 6-7 മാസമായിട്ട് കേന്ദ്ര സർക്കാർ ഈ ഒരു കേന്ദ്ര വിഹിതമായ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള ആളുകൾക്കും സംസ്ഥാന സർക്കാർ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന സമയത്ത് 200 രൂപ 500 രൂപ എന്നിങ്ങനെയുള്ള തുകയിൽ കുറവ് സംഭവിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള എല്ലാവിധ പെൻഷൻ വാർത്തകളും മറ്റു വാർത്തകളൊക്കെ ആദ്യമേ തന്നെ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കുക. പുതിയൊരു വാർത്താ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം.